ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കണ്ണണിയുടെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണണിയോട് നന്ദി പറയുന്നുണ്ട് മാനസ. പക്ഷേ കണ്ണണി സ്നേഹത്തോടെ പറയും, നമുക്കിടയിൽ നന്ദി പറച്ചിലിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ. ഏതായാലും ഇതൊക്കെ കേട്ട് നിന്നുകൊണ്ടിരുന്ന ആന്റിയമ്മയ്ക്കാണെങ്കിലും ആശ്വാസമാവുന്നുണ്ട്. എന്നാലും എന്റെ മോൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിച്ചല്ലോ, അവളൊരു മിടുക്കി കുട്ടി തന്നെയാ എന്നൊക്കെ സ്വയം ഇങ്ങനെ അവർ പറയാണ്. തുടർന്ന് മാനസ കൺമണിയോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് എന്നാ പിന്നെ ഒരുമിച്ച് ഡൽഹിക്ക് പോയാലോ, എന്റെ കൂടെ കൺമണിയും കൂടെ വാ, നമുക്ക് അവിടെ ചെന്ന് അടിച്ചു പൊളിക്കാന്നേ. പക്ഷെ ആന്റിയമ്മയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആന്റിയമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളിത് നശിപ്പിക്കുമെന്ന്. ശേഷം മാനസയെന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. ഇതിനിടയിൽ മാനസ വീണ്ടും ചോദിക്കുന്നുണ്ട്, കൺമണി എന്റെ കൂടെ വരാൻ ഓക്കെ അല്ലേന്ന്. കൺമണി ആണെങ്കിൽ എന്തു പറയുമെന്നറിയാതെ നിൽക്കുവാണ്. ആന്റിയമ്മയാണെങ്കിൽ മാനസയെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ മാനസ ആന്റിയമ്മയുടെ അടുക്കൽ എത്തിയിട്ട്, എന്താ എന്താ ആന്റിയമ്മ എന്നെ വിളിച്ചത്? അല്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നീ മണ്ടിയാണോ അതോ മണ്ടിയായിട്ട് അഭിനയിക്കുകയാണോ? എന്താ പെട്ടെന്ന് അങ്ങനെ ചോദിക്കാൻ എന്ന് മാനസ ചോദിക്കുമ്പോ, പിന്നെ അല്ലാതെ രക്ഷപ്പെടാൻ ഒരു വഴി കിട്ടുമ്പോ അതിലൂടെ ഓടി രക്ഷപ്പെട്ടോണം ബുദ്ധിയുള്ള മനുഷ്യരാണെങ്കിൽ. ഇവിടെ ഉള്ള ഒരുത്തി അതിന് നേരെ വിപരീതോ എന്നിങ്ങനെയെല്ലാം പറഞ്ഞ് ആന്റിയമ്മ ചൂടാവുന്നുണ്ട്. മാനസക്കാണെങ്കിൽ എന്താണ് ആന്റിയമ്മ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോ, നീ എന്തിനാ ഡൽഹിയിലേക്ക് ആ കൺമണിയോട് വരുന്നെന്ന് ചോദിച്ചത്? ഓ അതാണോ ആന്റിയമ്മേ, അവൾ ആ ഡിസൈനിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരാതെ പറഞ്ഞിട്ടുണ്ട്. അവളെയും കൂടെ കൂടെ കൊണ്ടുപോയാ അവളെല്ലാം മണി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോന്നുമല്ലോ. എങ്ങനെയുണ്ട് ഈ മാനസയുടെ ബുദ്ധി? എന്നാൽ ആന്റിയമ്മ മാനസയെ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ ബുദ്ധിമതി, നീ ഇപ്പോ ഡൽഹിയിലേക്ക് അവളെയും കൂടെ നിന്റെ കൂടെ കൊണ്ടുപോയാ എല്ലാവരും ശ്രദ്ധിക്കില്ലേ? നിന്റെ എന്ന് പറഞ്ഞു പ്രസന്റ് ചെയ്ത ഒരു ഡിസൈൻ എങ്ങനെയാ അവള് ഡിസൈൻ ചെയ്യുന്നേ? പിന്നെ ആ വിവരം സാഗറും കൃഷും ആ നിമിഷം അറിയില്ലേ? ഇപ്പോ നിന്റെ ആ പഴയ ഡിസൈനിനെ കുറിച്ചും സംശയം തോന്നില്ലേ അവർക്ക്? അത് നിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ലേ? നിന്നെ ഒരു കള്ളിയായിട്ടല്ലേ അവരൊക്കെ കാണൂ. അത് കഴിഞ്ഞ് എന്താ സംഭവിക്കാന്ന് ഇനി ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? ഇതെല്ലാം കേൾക്കുന്ന മാനസൊക്കെ ആണെങ്കിലും താൻ ചെയ്തത് മണ്ടത്തരമായെന്ന് പോലെ തോന്നിപ്പോവുകയാണ്. ഒരു കാര്യം ചെയ്യാം, അവളോട് വരണ്ടെന്ന് ഞാൻ പോയിട്ട് പറയാം. അതും പറഞ്ഞ് കണ്ണുങ്ങ അടുത്തേക്ക് ചെല്ലാൻ നിൽക്കുമ്പോ ആന്റിയമ്മ മാനസയെ തടഞ്ഞുണ്ട്. എന്റെ പൊന്നു മോളെ, ഒന്നും വേണ്ട. ദേ താഴെ അനിയൻകുട്ടൻ ഓഫീസിൽ പോകാൻ റെഡിയാവുന്നുണ്ട്. നീ അവന്റെ കൂടെ ഓഫീസിലേക്ക് പോകാൻ നോക്ക്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെയും പറഞ്ഞ് മാനസയെ നിർബന്ധിച്ച് താഴേക്ക് വിടുകയാണ് ആന്റിയമ്മ. ഇതേ സമയം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കൺമണിയെ മനോജ് വിളിക്കുന്നുണ്ട്. മനോജിന്റെ കോള് കാണുമ്പോൾ തന്നെ കൺമണിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. കോൾ എടുത്തിട്ട്, ആ ഏട്ടാ എന്ന് പറയുമ്പോ, ആ മോളെ, ഏട്ടൻ BR ഡിസൈൻസിൽ ജോയിൻ ചെയ്തു കേട്ടോ, കൺഗ്രാറ്റ്സ് ഏട്ടാ, ഇത്തവണ വലിയൊരു പൊസിഷനിൽ എത്തണം, എന്റെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും എന്ന് കൺമണിയും തിരിച്ചു പറയുമ്പോ, നിന്റെ പ്രാർത്ഥന പോലെ തന്നെ പ്രധാനമാണ് നിന്റെ ഡിസൈനും. BR ഡിസൈൻസിന് വേണ്ടി നീ വരയ്ക്കാൻ പോകുന്ന ഡിസൈൻ ഇവിടെ എല്ലാവർക്കും വലിയ പ്രതീക്ഷയാ. നിന്റെ കഴിവും ഭാവനയും ഒക്കെ ചേർത്ത് നീ ചെയ്യുന്ന ഏറ്റവും മികച്ച ഡിസൈൻ ആയിരിക്കണം BR ഡിസൈൻസിന് വേണ്ടി തയ്യാറാക്കുന്നത്. നിന്റെ ഏട്ടൻ എന്ന പേരിൽ എനിക്കിവിടെ എന്ത് ബഹുമാന കിട്ടുന്നറിയോ? ആ പദവി ഞാനങ്ങ് ആഘോഷിക്കുക. നീയൊരു സംഭവം മോളെ. എത്ര അധ്വാനിച്ചിട്ടാണെങ്കിലും BR ഡിസൈൻസിനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാക്കി മാറ്റിയെടുക്കണം. ഏട്ടൻ അതിന് ഉറപ്പായിട്ടും പറ്റുമെന്ന് കൺമണി തിരിച്ചു പറയുന്നുണ്ട്. ശേഷം മനോജ് പറയുന്നുണ്ട്, കമ്പനി എനിക്കിപ്പോ ഒരു അസൈൻമെന്റ് തന്നേക്കുക, അതിനുവേണ്ടി ഞാൻ പോവുകയാ. അതെനിക്ക് എന്തായാലും വിജയിക്കണം. അതുപോലെ നിന്റെ ഡിസൈനും കമ്പനിക്ക് നൽകണം. ഞാൻ പറഞ്ഞില്ലേ മോളെ, നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറുകയാ. നമ്മുടെ കുടുംബത്തിലേക്ക് വലിയ പ്രതീക്ഷയും വെളിച്ചവും ഒക്കെ വരിക. നീ പ്രാർത്ഥിക്കുന്ന വിഘ്നേശ്വരൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുന്നുണ്ട് മോളെ. ഉടനെ കൺമണി ചോദിക്കുന്നുണ്ട്, ഞാൻ ഏട്ടൻ പറഞ്ഞതൊക്കെ കേട്ടിരിക്കുവായിരുന്നു. അല്ല, എന്താ ഏട്ടൻ നേരത്തെ പറഞ്ഞ ആ ഫസ്റ്റ് അസൈൻമെന്റ്? അത് ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറയാന്ന് പറയുന്നുണ്ട് മനോജ്. അങ്ങനെ മനോജിന് ഒന്നും കൂടെ ഓൾ ദി ബെസ്റ്റ് ഒക്കെ നേർന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ് കൺമണി. അതിനുശേഷം കാണിക്കുന്നത് ശ്രീനിയുടെ വീട്ടിലേക്ക് ശ്രീനിയുടെ ഫ്രണ്ട്സ് ആയ രണ്ടുപേര് വന്നിട്ട്, ഞങ്ങള് നീ പണി സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്ന, ശ്രീനിയേട്ടൻ എന്തായാലും പണിക്കൊന്നും ഇനി വരുന്നില്ലല്ലോ. അപ്പൊ ശ്രീനി പറയും, ഞാൻ പറഞ്ഞല്ലോ തൽക്കാലം ജോലിക്ക് പോകണ്ടെന്നാ മനോജ് പറഞ്ഞത്, അസുഖങ്ങളൊക്കെ ആയതിന്റെ പേരിൽ. കൂട്ടുകാരാണെങ്കിലും അതൊരു നല്ല തീരുമാനമായെന്ന് പറയുന്നുണ്ട്. പക്ഷേ ധനലക്ഷ്മി ഇത് കേട്ടുകൊണ്ട് വരികയാണ്. എന്നിട്ട് അവരോടായിട്ട് പറയുന്നുണ്ട്, അച്ഛന് കുഴപ്പമൊന്നുമില്ല, കുഴപ്പം ഞങ്ങൾക്കാ. പണിക്ക് പോവാതെ ഓരോരുത്തരുടെ വീട്ടിലിരുന്നാലേ ഞങ്ങളുടെ പൈസയെ തീരുന്നത്. ജോലിക്ക് പോവാതിരിക്കാൻ ഒരസുഖം കണ്ടുപിടിച്ചു വെച്ചിരിക്കല്ലേ. അച്ഛനും മോളും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാധ്യതയൊക്കെ അറിയാലോ. ഒരായുസ് മുഴുവൻ ജോലിക്ക് പോയാലും കടം തീരില്ല. എപ്പോ ചോദിച്ചാലും പറയാനായിട്ട് ഒരു പല്ലവി പഠിച്ചിട്ടുണ്ട്. മനോജ് പറഞ്ഞു അസുഖം കാരണം ജോലിക്ക് പോകണ്ടെന്ന്. മനോജേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ജോലി ചെയ്ത് തരാനുള്ള പൈസയൊക്കെ തരണം. ധനലക്ഷ്മിയുടെ ഈ പെരുമാറ്റം കണ്ട് ശ്രീനിയുടെ കൂട്ടുകാരാണെങ്കിലും പറയുന്നുണ്ട്, കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം ധനലക്ഷ്മി. ഒരു വലിയ കലാകാരനാണ് ഈ നിൽക്കുന്നത്. വലിയ കലാകാരൻ തന്നെയാ, അത് കണ്ടാലറിയാലോ. നല്ല തടിയും തൂക്കവും ഉള്ള വലിയൊരാള് തന്നെയാ. ഒരു 100 കിലോ എങ്കിലും വരും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. കൂട്ടുകാർ വീണ്ടും പറയുന്നുണ്ട്, മര്യാദയോടെ സംസാരിക്കാൻ. ഞങ്ങളുടെ ഒരുപാട് പേരുടെ ആശാനാണ് ഈ നിൽക്കുന്ന ഇദ്ദേഹം എന്ന് ധനലക്ഷ്മി വീണ്ടും പറയും. എന്നാലേ ശിഷ്യന്മാര് ഇതുകൂടെ ഒന്ന് കേട്ടോ, ഈ ആശാന്റെ അടവുകളൊക്കെ കള്ളടവുകളാ, പണിക്ക് പോകാതിരിക്കാനുള്ള കള്ളടവുകള്. പക്ഷെ ആ അഭ്യാസങ്ങളൊന്നും ധനലക്ഷ്മിയുടെ അടുത്ത് ചെലവാവില്ല. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഉപദേശമൊക്കെ സ്വന്തം വീട്ടിൽ മതി,
അതിനുശേഷം ശ്രീനിയാണെങ്കിലും പറയുന്നുണ്ട് നാളെ മുതൽ ഞാൻ പണിക്ക് വരുന്നുണ്ട് എന്ന്. ഇവിടെ ഇനി ഇതിന്റെ പേരിൽ തർക്കവും ബഹളമൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ് കൂട്ടുകാരെ രണ്ടുപേരെയും പറഞ്ഞയക്കുകയാണ്. ധനലക്ഷ്മിയെ പ്രാഗിയിട്ടാണ് രണ്ടുപേരും പോകുന്നത്. അവർ പോയതിനു ശേഷം ശ്രീനിയാണെങ്കിലും ധനലക്ഷ്മിയോട് പറയുന്നുണ്ട് വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കരുതെന്ന്. ഇല്ല, അപമാനിക്കില്ല, തരാനുള്ള പണം തന്നാ മതി. അങ്ങനെയാണെങ്കിലേ കമാന്നൊരക്ഷരം ഞാൻ പറയത്തില്ല. തീർന്നില്ലേ? 101 പവൻ സ്വർണം നിന്റെ കസ്റ്റഡിയിലല്ലേ, എന്നിട്ട് നിനക്ക് മതിയായില്ലേ എന്ന് ചോദിക്കുമ്പോൾ പണം എത്ര അധികമായാലും അത് അധികമാവില്ല. അങ്ങനെ മറുപടി കൊടുത്തിട്ട് ധനലക്ഷ്മി അകത്തേക്ക് പോവുകയാണ്, ഒരു കൂസലും ഇല്ലാതെ. ശ്രീനിയാണെങ്കിലും ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സാഗർ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ്. അതില് സ്റ്റാഫ്സിനോട് എല്ലാവരോടുമായിട്ട് അലിക ഇന്നുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു മത്സരം ഇപ്പോൾ ഫേസ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ വിജിലന്റ് ആവണം എന്ന് സാരം. യുവരക്തങ്ങൾ നമുക്ക് ഇവിടെ ആവശ്യത്തിലധികമുണ്ട്. അവരുടെ പ്രതിഭയിൽ പക്വതയുടെയും അനുഭവത്തിന്റെയും ആവശ്യകത വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുവേണ്ടി നമ്മുടെ കമ്പനിയിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളെ കൂടെ നിയമിക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് വേറെ ആർക്കുമല്ല, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദേവ്ജിക്ക് തന്നെയാണ്. അത് കേൾക്കുന്നത് മാനസ ഒഴികെ എല്ലാവരും കൈയടിക്കുന്നുണ്ട്. തുടർന്ന് സാഗർ പറയുന്നുണ്ട് അദ്ദേഹത്തിന് നമ്മുടെ കമ്പനിയിൽ ഒരു ചെറിയ വിഷമം നേരിട്ടത് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ ദേവ്ജി ഈ സ്ഥാനം ഏറ്റെടുക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും ദേവ്ജിയെ കമ്പനിയിലേക്ക് ഔപചാരികമായി ക്ഷണിക്കാൻ തീരുമാനിച്ച കാര്യം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. മാനസയ്ക്കാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആകെ കലിപ്പോടെ ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോൾ കൃഷ്ണനോടായിട്ട് മാനസ ദേവ്ജിയെ തിരികെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ലെന്നും, കൃഷ്ണൻ അറിയാലോ ഞാനും ദേവ്ജിയും തമ്മിൽ ശരിയാവില്ല, എന്നെ പരസ്യമായി അധിക്ഷേപിച്ച ആളാണ് ദേവ്ജി. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന കൃഷ് പറയുന്നുണ്ട് മാനസ ഇത് കമ്പനിയുടെ പൊതു തീരുമാനമാണ്, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കൃഷ് വെറുതെ പറഞ്ഞല്ലേ. കൃഷ് അങ്കിളിനോടൊന്ന് സ്റ്റോണിലായിട്ട് പറഞ്ഞ അങ്കിള് ദേവ്ജിയെ വിളിക്കില്ല. എന്റെ അഭിമാനം കൂടെ നോക്കേണ്ട ആളാണ് കൃഷ്. ഉടനെ കൃഷ് പറയും ദേവ്ജി വന്നാലേ കമ്പനിക്ക് അതിന്റെ ഗുണം എന്താവുള്ളൂ, വരുമാനവും കൂടും. അപ്പോ മാനസിക ഉൾപ്പെടെ അത് സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യും. മാനസിക മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റും. പക്ഷെ മാനസ പറയും എന്ത് പറഞ്ഞാലും ശരി ഞാൻ ഇതിന് സമ്മതിക്കില്ല. കൃഷ് അങ്കിളിനോട് പറയണം എനിക്ക് ഈ തീരുമാനം അംഗീകരിക്കാൻ പറ്റില്ലെന്ന്. ഇതെല്ലാം കേൾക്കുന്ന കൃഷ് പോകാൻ തുടങ്ങുമ്പോൾ കൃഷിനോട് വീണ്ടും പറയുന്നുണ്ട് മാനസ കൃഷ് നമ്മൾ വിവാഹിതരാകാൻ പോകുന്നവരാ, സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കേണ്ടവരാ, എന്റെ അഭിപ്രായത്തിന് വില കൊടുത്തേ പറ്റൂ. അപ്പൊ കൃഷ് പറയും മാനസ വിവാഹത്തിന് മുമ്പ് തന്നെ വിവാഹ കാര്യം പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കരുത്. ഇതൊരു ഓഫീസാണ്. ഓഫീസിനകത്ത് അതിന്റേതായിട്ടുള്ള ചില പ്രോട്ടോകോൾസ് ഉണ്ട്. കല്യാണം കഴിക്കാൻ പോകുന്നതിനൊന്നും ഇവിടെ യാതൊരു സ്ഥാനവുമില്ല. കമ്പനിയുടെ നേട്ടവും പൊതു താല്പര്യമാണ് പ്രധാനം. ഉടനെ മാനസ പറയും എന്തായാലും ശരി ദേവ്ജി ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പാടില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല, കൃഷ് അങ്കിളിനോട് പറഞ്ഞേ പറ്റൂ. ഇതൊക്കെ കേട്ടിട്ടും കൃഷ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവുകയാണ് മാനസയുടെ അടുത്ത് വന്ന്. ദേവ്ജി ആണെങ്കിൽ മാനസയുടെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് നിങ്ങളുടെ ഓഫർ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെ തീർത്തും പറയുകയാണ്. നിങ്ങൾ ഇനി എത്രയൊക്കെ ഓഫർ വെച്ചാലും എനിക്ക് വരാൻ സാധിക്കില്ലെന്ന് തന്നെയാണ് ദേവ്ജി പറയുന്നത്. പക്ഷേ അലികയിലേക്കല്ല വിളിക്കുന്നത്, BR ഡിസൈൻസിലേക്ക് മനോജാണ് ദേവ്ജിയെ ക്ഷണിക്കുന്നത്. മനോജ് പറയുന്നുണ്ട് സാർ പറയുന്ന എമൗണ്ട് തരാം എന്നൊക്കെ. അപ്പോഴും ദേവ്ജി പറയും താങ്കളുടെ കമ്പനിയും എന്നെ യോഗ്യമായ രീതിയിൽ നിങ്ങളുടെ സ്റ്റാഫ് ആക്കാൻ തീരുമാനിക്കുന്നതിൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഓഫർ സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഉടനെ മനോജ് പറയുന്നുണ്ട് ഞങ്ങളുടെ ചെയർമാൻ അങ്ങേ നേരിട്ട് വിളിക്കാന്ന് പറഞ്ഞു എന്ന്. അതിന്റെ ഒന്നും ആവശ്യമില്ല, വിളിച്ചാലും എന്റെ മനസ്സ് മാറാനൊന്നും പോകുന്നില്ല, പിന്നെ എനിക്കും അദ്ദേഹത്തിനും അത് പ്രയാസമാകും. തുടർന്ന് മനോജ് പറയുന്നുണ്ട് ദേവ്ജിയെ കമ്പനിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് BR ഡിസൈൻ എനിക്ക് തന്ന ആദ്യത്തെ അസൈൻമെന്റ് ആണ്. എനിക്കത് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞാൻ വന്നത്. അങ്ങ് ഈ ഓഫർ നിരസിച്ചാൽ അതെന്റെ പരാജയം കൂടിയാവും. മനോജിൽ നിന്നും ഇത് അറിയുമ്പോൾ ദേവ്ജി ചോദിക്കുന്നുണ്ട് എന്നെ കമ്പനിയിലേക്ക് കൊണ്ടുവരാമെന്ന് മനോജ് അവർക്ക് വാക്ക് കൊടുത്തിരുന്നു. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് മനോജിന്റെ ഭാഗത്തെ വീഴ്ചയാ. എന്റെ മനസ്സറിയാതെ എന്നെക്കുറിച്ച് എങ്ങനെ ഉറപ്പ് കൊടുക്കും? മനോജാണെങ്കിലും ദേവ്ജി പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ദേവ്ജി പറയുന്നുണ്ട് സോറി സുഹൃത്തെ, നമുക്ക് ഈ വിഷയം ഇനി സംസാരിക്കണ്ട. ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ആളാണ് ഞാൻ. അലിക എനിക്ക് എന്റെ വീട് പോലെയാ. എനിക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടായെങ്കിലും സ്വന്തം വീട്ടിൽ നമുക്കുണ്ടാകുന്ന അനുഭവമായിട്ട് ഞാൻ അതിനെ എടുത്തിട്ടുള്ളൂ. ഏത് ചെറിയ കാര്യത്തിനും എന്റെ അടുത്ത് ഓടി വരുന്ന അനുജനാണ് സാഗർ. കൃഷാണെങ്കിൽ എന്റെ മകന്റെ സ്ഥാനത്തും ആ ബന്ധങ്ങൾ ഇട്ടെറിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റില്ല. സോറി എന്ന് ദേവ്ജി പറയുമ്പോ ഓക്കെ സാർ, എന്നെങ്കിലും മനസ്സ് മാറുമെങ്കിൽ അങ്ങ് ഞങ്ങളുടെ കമ്പനിയിലേക്ക് വരണം. ഇത് കേൾക്കുന്ന ദേവ്ജി ചിരിയോടെ പക്ഷെ ആ സമയത്ത് അവിടെ മറ്റൊരാൾ കാണില്ലേ, ഞാൻ വരുമ്പോ അയാളെ പറഞ്ഞു വിടേണ്ടി വരില്ല. ഏതായാലും അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം. മനോജ് ആണെങ്കിലും പറയുന്നുണ്ട് അങ്ങയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ പിന്നെ അത് തന്നെ നടക്കട്ടെ, പക്ഷെ ഞാനിവിടെ വന്നതും അങ്ങയെ ക്ഷണിച്ചതൊന്നും മറ്റാരും അറിയരുത്. അത് സമ്മതിക്കുന്നുണ്ട് ദേവ്ജി. അങ്ങനെ മനോജ് വളരെ നിരാശയോടെ തന്നെ ദേവ്ജിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. മനോജ് പോയ ഉടനെ തന്നെ സാഗറും അതുപോലെ കൃഷ്ണനും കൂടെ ദേവ്ജിയെ കാണാൻ വേണ്ടി എത്തുന്നു. കൃഷ്ണനെയും സാഗറിനെയും കണ്ട് ദേവ്ജിക്കാണെങ്കിലും സന്തോഷമാവുന്നുണ്ട്. അതേസമയം ദേവ്ജിയുടെ വീട്ടിൽ നിന്ന് നിരാശയോടെ മടങ്ങുന്ന മനോജിനെ ബൽറാം വിളിക്കുന്നുണ്ട്. കാര്യങ്ങളൊന്നും അറിയാതെ ബൽറാം മനോജിനോട് ചോദിക്കുന്നുണ്ട് ദേവ്ജി എന്നാണ് ചാർജ് എടുക്കുന്നതെന്ന്. അപ്പൊ മനോജ് പറയും അത് പിന്നെ സാർ, ഞാനിപ്പോ ദേവ്ജിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തെ ഒരുപാട് പ്രഷർ ചെയ്തിരുന്നു, പക്ഷെ അദ്ദേഹം വരില്ലെന്നാ പറഞ്ഞത്. ബൽറാം ചോദിക്കുന്നുണ്ട് ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞില്ലേ എന്ന്.
പറഞ്ഞു. പക്ഷേ അലികയുമായിട്ട് അത്ര വലിയ അറ്റാച്ച്മെന്റ് ആണെന്നും അലിക വിട്ടുവരാൻ പറ്റില്ലെന്നുമാണ് സാറ് പറഞ്ഞത്. ഇത് കേൾക്കുന്ന ബൽറാം പറയുന്നുണ്ട്. അപ്പൊ മനോജ്, ആദ്യ പരീക്ഷയിൽ താൻ തോറ്റുപോയടോ. മനോജ് സോറി എന്ന് പറയുമ്പോൾ, പോട്ടെ സാരമില്ല, അടുത്ത പരീക്ഷയിൽ ജയിച്ചാൽ മതി. കൺമണിയുടെ ഡിസൈൻസിനെ കുറിച്ച് മനോജ് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. കൺമണിയുടെ ഒരു ഡിസൈൻ VR ഡിസൈൻസിന് വേണ്ടി തരുമെന്ന് മനോജ് എനിക്ക് വാക്ക് തന്നിരുന്നു. ദേവ്ജി കൈവിട്ടുപോയി. പക്ഷേ കൺമണിയുടെ ഡിസൈൻ നഷ്ടപ്പെടുത്തിയാൽ അതെനിക്ക് പ്രയാസമാകും. ഉടനെ മനോജ് പറയുന്നുണ്ട്, ഇല്ല സാർ, ഇതിലെനിക്ക് സംഭവിച്ച നഷ്ടം അടുത്തതിൽ എന്തായാലും ഞാൻ നികത്തിയിരിക്കും. അത് മതിയെന്ന് പറയുന്നുണ്ട് ബൽറാമും. ഏതായാലും ദേവ്ജിയെ മറന്നേക്കൂ. മനോജ് കൺമണിയെ കുറിച്ച് വാക്ക് നിന്നപ്പോ തന്നെ ഞാൻ ഹാപ്പിയായി. മനോജ് ഹാപ്പിയാകൂ എന്ന് പറഞ്ഞ് ബൽറാം കോഡ് കട്ട് ചെയ്യുകയാണ്. മനോജിനാണെങ്കിലും സന്തോഷാവുന്നുണ്ട്. അങ്ങനെ ദേവ്ജിയുടെ വീട്ടിലെത്തിയിരിക്കുന്ന സാഗറും കൃഷും ദേവ്ജിയെ വീണ്ടും അരികയിലേക്ക് ക്ഷണിക്കുമ്പോൾ താൻ വരാമെന്ന് തന്നെ സമ്മതിക്കുകയാണ് ദേവ്ജി. അത് കേൾക്കുന്നതും സാഗറിനും കൃഷ്ണനും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അവർ താങ്ക് യു പറയുന്നുണ്ട് ദേവ്ജിയോട്. സത്യത്തില് കുറ്റബോധവും നാണക്കേടും ഒക്കെ ആയിട്ടാണ് ഞങ്ങള് ദേവ്ജിയെ കാണാൻ വന്നത്. അന്ന് മാനസയ്ക്ക് പുരസ്കാരം നൽകുന്ന ആ വേദിയിൽ വെച്ച് അന്ന് അപമാനിതനായിട്ടാണ് അങ്ങ് വേദി വിട്ടു പോയത്. എന്നിട്ട് അതേ കമ്പനിയിലേക്ക് ക്ഷണിക്കാൻ ഞങ്ങൾ വീണ്ടും അങ്ങയുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. ഇത് കേൾക്കുന്നതും ദേവ്ജി രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട്, ഈ സംഭവത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ തൊട്ടു മുമ്പ് ഞാൻ മറ്റൊരാളോട് സംസാരിച്ചതേ ഉള്ളൂ. സാഗർ ചോദിക്കുന്നുണ്ട്, ആരോടാ ദേവ്ജി സംസാരിച്ചത്? ദേവ്ജി അത് ആരാണെന്ന് പറയുന്നില്ല, മറ്റൊരാളോട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏതായാലും നിങ്ങൾക്കതിൽ കുറ്റബോധമൊന്നും വേണ്ട. ആ സംഭവത്തിന് ശേഷം നമ്മൾ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. പറയാറില്ലേ, ചട്ടിയും കലമാവുമ്പോ തട്ടിയും മുട്ടിയൊക്കെ കിടക്കുമെന്ന്. നമ്മൾ ഒരേ അടുക്കളയില് ചട്ടിയും കലമൊക്കെയാണ് സാഗറെ. അത്രേ ഉള്ളൂ. അത് പറഞ്ഞ് ദേവ്ജി ചിരിക്കുമ്പോ സാഗറിനും കൃഷ്ണനും ആണെങ്കിലും സന്തോഷാവുന്നുണ്ട്. അവരും ആ തമാശയിൽ പങ്കുചേരുന്നു. അങ്ങനെ താൻ വീണ്ടും അരികയിലേക്ക് വരാൻ പോകുന്നുവെന്നും ദേവ്ജി വീണ്ടും പറയുമ്പോൾ മനസ്സ് നിറയുകയാണ് സാഗറിനും കൃഷ്ണനും. എങ്കിലും ദേവ്ജി പറയുന്നുണ്ട്, പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങളെ വിഷമിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. ദേവ്ജി എന്തായിരിക്കും പറയുന്നതെന്ന് ഓർത്ത് അല്പം ടെൻഷനോടെ നിൽക്കുന്ന സാഗറിനെയും കൃഷ്ണനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.